നമുക്കറിയാം, ഇവിടെ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് മുന്നോടിയായി നമ്മുടെ മുഖ്യമന്ത്രി നടത്തിയ ഒരു യാത്രയുണ്ട്. മംഗലാപുരത്തേക്ക് നടത്തിയ ഒരു യാത്ര. മംഗലാപുരത്തേക്ക് യാത്ര നടത്തുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ചാർട്ടേഡ് വിമാനത്തിലാണ് ആ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവിടെ എത്തിച്ചേരുന്നു. അങ്ങനെ അവിടെ എത്തിച്ചേർന്ന വി ഡി സതീശൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി അവിടെയുള്ള എല്ലാവരുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനി NDA നേതാവായ ഒരാൾ തന്നെയായിരുന്നു. അതായത് JDSന്റെ ഒരു നേതാവുമായി കൂടിക്കാഴ്ച നടത്തുന്നു. എന്തിന്? ആ ചോദ്യത്തിന് കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഇന്ന് വരെയായി ഒരു മറുപടി കിട്ടിയിട്ടില്ല. അദാനി ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന കിഷോർ ആൽവെയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. എന്തിന്? ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ പബ്ലിക് ഡൊമൈനിൽ വൈറലായി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നിട്ട് കൂടി ഇത് എന്തിനാണ് ഈ യാത്ര നടത്തിയെന്നോ എന്ത് തരം കൂടിക്കാഴ്ചയായിരുന്നു എന്നതിനെക്കുറിച്ചോ യാതൊരു വിധത്തിലുള്ള തീരുമാനവും അല്ലെങ്കിൽ മറുപടിയും വിശദീകരണവും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളിലേക്ക് നമ്മൾ പോയാലോ? കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് എന്താണ്? നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി രാജ്യത്തെ ഒട്ടുമിക്ക പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇവിടുത്തെ കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ഭാഗമായി കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വിറ്റഴിക്കുന്ന സമീപനമുണ്ട്. കേരളത്തിലൊഴികെ കേരളത്തിൽ നിന്ന് വിട്ട് കുറേയധികം സംസ്ഥാനങ്ങളിലേക്ക്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, അദാനിയെ പോലുള്ള ആളുകളൊക്കെ അംബാനിയെ പോലുള്ള ആളുകൾ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന സാഹചര്യങ്ങളിൽ അവർക്കെല്ലാവർക്കും അവരുടേതായ പവർ പ്രോജക്റ്റുകൾ വരെ നടത്തുന്നുണ്ട്. അവർക്ക് അത് പല കമ്പനികളും അവരിലേക്ക് എത്തിച്ചേരുന്ന തരത്തിൽ നിയമനിർമ്മാണങ്ങളും കച്ചവടങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത്. നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയുക, വിമാനത്താവളങ്ങൾ, എയർപോർട്ടുകൾ കച്ചവടം നടത്തിക്കഴിഞ്ഞു. നമ്മുടെ തിരുവനന്തപുരത്ത് വിമാനത്താവളം അദാനിയുടെ പേരിലാണ് കിടക്കുന്നത്. അപ്പോൾ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും വിറ്റ് തുലയ്ക്കുന്ന ഒരു രീതിയിലേക്ക് കേന്ദ്ര സർക്കാർ എടുത്ത നിലപാടാണെങ്കിൽ ഇവിടെ സംസ്ഥാന സർക്കാരും അത്തരത്തിലൊരു നിലപാടിലേക്ക് നീങ്ങുന്നുണ്ട് എന്ന് വേണം ഇത്തരം ചില ചിന്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.